രോഹിതേട്ടാ 140 മണ്ഡലങ്ങളിൽ എല്ലാ കാൻഡിഡേറ്റ്സും ലക്ഷങ്ങൾ മുടക്കി ഫ്ലെക്സുകൾ വെച്ചപ്പോൾ PR വർക്കുകൾ ചെയ്തപ്പോൾ ഇതൊന്നുമില്ലാതെ സ്വന്തമായിട്ടൊരു സൈക്കിളും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൊണ്ട് ചുമ്മാ അങ്ങ് പുതുപ്പള്ളി തൂക്കിയ ഒരാൾ ചാണ്ടി ഉമ്മൻ. അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ട്രെൻഡിങ് ആയ കണ്ടന്റ് എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മൻ തന്നെയായിരുന്നു. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുന്ന സാഹചര്യം കണ്ടു. എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ അദ്ദേഹം മന്ത്രിയാകുമെന്നും വിചാരിച്ചിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ നാളെ ഒരിക്കൽ അത്രയും ജനപ്രിയനായ ഒരു നേതാവാകുമോ ചാണ്ടി ഉമ്മൻ? 2026 നടന്ന കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മനേക്കാൾ ഏറ്റവും വലിയ കണ്ടന്റ് മരണപ്പെട്ട ആദരണീയനായ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 140 നിയോജക മണ്ഡലങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ പേര് പറയാത്ത, ഉമ്മൻചാണ്ടിയുടെ ചിത്രം വെക്കാത്ത, ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പുതുക്കാത്ത ഒരു മണ്ഡലവും ഒരു കോൺഗ്രസ് നേതാവിനും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മൻ്റെ പ്രചരണ രീതികളിലേക്ക് വരുന്നതിന് മുമ്പ് ചാണ്ടി ഉമ്മൻ ഈ മന്ത്രിസഭയിലേക്കുള്ള സെലക്ഷനുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ എടുത്ത ചില നിലപാടുകളെക്കുറിച്ച് ആദ്യം പ്രശംസിച്ചു പോകണം. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനും അപ്പുറത്തേക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് 50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, ഓർക്കണം 2021 തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തത് കേവലം 6,000 ചില്ലുവാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ആ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് ഇലക്ഷനെ നേരിട്ടപ്പോഴും 30,000 ചില്ലുവാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് 1,00,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന നേതാവാണ്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു പദ്ധതി ഉണ്ടാകുമെന്നും അത് ആദരണീയനായ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ആയിരിക്കുമെന്നും മാധ്യമങ്ങളടക്കം വാർത്തകൾ ബ്രേക്ക് ചെയ്യുമ്പോഴും മാധ്യമങ്ങളിലും ചാണ്ടി ഉമ്മൻ ഉറപ്പിച്ചു എന്ന് കാർഡ് വരുമ്പോഴും ചാണ്ടി ഉമ്മന് വേണ്ടി മുറവിളി കൂട്ടുമ്പോഴും ചാണ്ടി ഉമ്മനെ കണ്ട മാധ്യമങ്ങളോട് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് മന്ത്രിയാകണമെന്ന ആഗ്രഹം എനിക്കില്ല. പാർട്ടി എന്ത് തീരുമാനിക്കുന്നുവോ ആ തീരുമാനത്തിനൊപ്പം ഞാൻ നിൽക്കും. മന്ത്രിയാകാൻ, ജനങ്ങളെ സേവിക്കാൻ മന്ത്രിയാകണമെന്നില്ല. അധികാരം എന്ന് പറയുന്നത് ജനസേവനത്തിന് വേണ്ടിയാണ്. അത് MLA ആയാലും മന്ത്രി ആയാലും എന്ന നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് ചാണ്ടി ഉമ്മൻ മുന്നോട്ട് പോയത്. ചാണ്ടി ഉമ്മൻ്റെ പേര് അവസാന നിമിഷം വെട്ടിമാറ്റി എന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രതിഷേധത്തിൻ്റെ ഒരു ശബ്ദം പോലും ഉയർത്താതെ തനിക്ക് മന്ത്രിസ്ഥാനം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു നേതാവിനെയോ പാർട്ടിയോ പ്രതിസന്ധിയിലാക്കാതെ ഈ തെരഞ്ഞെടുപ്പിലൊപ്പം നിന്ന ചാണ്ടി ഉമ്മൻ. വേണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 140 മണ്ഡലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ പേരെടുത്ത് പറഞ്ഞ പ്രചാരണം നടത്തി. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ക്ലെയിം വയ്ക്കാമായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ മകനാണ് ഞാൻ, എനിക്കൊരു മന്ത്രിസ്ഥാനം വേണം. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനും അപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്തിരുന്ന A ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനം മുഴുവനായി ഇന്ന് KC വേണുഗോപാലിനൊപ്പം നിൽക്കുമ്പോൾ KC വേണുഗോപാൽ നിർദ്ദേശിച്ച 8 പേർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ നേതാവ് എന്ന നിലയിൽ KC വേണുഗോപാലിനോടോ അല്ലെങ്കിൽ എന്തിന് മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോടോ എനിക്കൊരു മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ ചാണ്ടി ഉമ്മനോ ചാണ്ടി ഉമ്മൻ്റെ മാതാവോ പറഞ്ഞാൽ നിഷേധിക്കാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കഴിയില്ല. എന്തിന് രാഹുൽ ഗാന്ധിക്ക് പോലും അത് കഴിയില്ല എന്നുള്ള ഇടത്തു പോലും ആ ആവശ്യം ഉന്നയിക്കാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ച നേതാവാണ്. ഇന്നലെ ഈ സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന് അദ്ദേഹം പ്രവർത്തകർക്കൊപ്പം നടന്നാണ് പോകുന്നത്. നമ്മൾ കണ്ട കാഴ്ചയാണ്. അപ്പോൾ ആളുകൾക്കെല്ലാം ആ സമയം ഓർമ്മ വന്നത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ ആ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസപുത്രനായ മോഹൻലാൽ ഒരു അംബാസഡർ കാറിൽ വരുന്നതും അദ്ദേഹത്തെ പോലീസ് സംവിധാനം തടയുന്നതും നടന്നു പോകാമല്ലോ, വാഹനം പോകുന്നതിനല്ലേ തടസ്സമുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് മോഹൻലാൽ നടന്നു വരുമ്പോൾ എടാ ഇച്ഛായൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തകർ ആവേശത്തോടെ അദ്ദേഹത്തിൻ്റെ പിന്നിലേക്ക് ഓടി അണിചേരുന്നതും ആ മാസ് സീൻ, മോഹൻലാലിൻ്റെ ആ ഒരു മാസ് സീൻ നമ്മൾ കണ്ടതാണ്. ആ സീനിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇന്നലെ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ചാണ്ടി ഉമ്മൻ നടന്നത്. പക്ഷെ അതിൽ അദ്ദേഹത്തിൻ്റെതായ കാരണമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പുതുപ്പള്ളിയിൽ നിന്ന് സത്യപ്രതിജ്ഞ കാണാനെത്തിയ ഒരു കൂട്ടം ആളുകൾ, അതായത് 2 ദിവസം മുന്നേ വന്ന് തിരുവനന്തപുരത്ത് തമ്പടിക്കുന്ന ആളുകൾ. ഉമ്മൻചാണ്ടിയെ പറ്റി നമുക്കറിയാം. ഉമ്മൻചാണ്ടി ഈ പിണറായി വിജയൻ കിയാ കാറിൽ ആകെ കയറ്റിയിട്ടുള്ള നേതാവിന്റെ പേര് വെള്ളാപ്പള്ളി നടേശനാണ്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ വണ്ടിയിൽ കയറാത്ത ഒരു കോൺഗ്രസ് നേതാവും ഉണ്ടാകില്ല. ഇപ്പോൾ VD സതീശൻ വാഹനത്തിന്റെ 1-ാം നമ്പർ വാഹനത്തിന്റെ മുൻസീറ്റിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, മുൻസീറ്റിൽ ഇരിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി, പിൻസീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്ത പിണറായി വിജയൻ, ഒറ്റയ്ക്കിരുന്ന് യാത്ര ചെയ്ത പിണറായി വിജയന്റെ ഭാര്യയോ മകളോ കൊച്ചുമകനോ അല്ലാതെ മരുമകൻ പോലും ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ യാത്ര ചെയ്തിരുന്ന പിണറായി വിജയൻ, എന്നാൽ ഒരു വാഹനത്തിൽ കുത്തി നിറച്ച ആളുകളുമായി യാത്ര ചെയ്തിരുന്ന ഉമ്മൻചാണ്ടി
എന്തിന് നരേന്ദ്രമോദി പോലും വാഹനത്തിന്റെ ഫ്രണ്ട് സീറ്റാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വാഹനത്തിന്റെ ഫ്രണ്ട് സീറ്റ് ഓരോരുത്തരെയും കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ മേഘ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മേഘയ്ക്ക് ചില ചോയ്സുകൾ ഉണ്ടാവും. എനിക്ക് ഫ്രണ്ട് സീറ്റ് അല്ലെങ്കിൽ കോ ഡ്രൈവർ സീറ്റ് അല്ലെങ്കിൽ ബാക്ക് സീറ്റ്, ഓരോരുത്തരുടെയും ചോയ്സുകളാണ്. അപ്പോൾ വി ഡി സതീശൻ അത് പറയുകയാണ്. അപ്പോൾ ഞാനത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ തൻ്റെ അണികൾ തനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർ അവർ വിഷമിക്കരുത്, അവർക്ക് പോകാൻ വാഹനമില്ലെങ്കിൽ എൻ്റെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകനാണ് ചാണ്ടി ഉമ്മൻ. അപ്പോൾ പുതുപ്പള്ളിയിൽ നിന്നടക്കം വന്ന പ്രവർത്തകർ ഈ മന്ത്രിസ്ഥാനം ഇല്ല എന്ന് കേട്ടതോടുകൂടി തലയിലേക്ക് വന്ന് ഇവരുടെ വീടുകളിൽ ക്യാമ്പ് ചെയ്ത ആളുകളാണ്. ഇവർ തിരിച്ചു മണ്ഡലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ചാണ്ടി ഉമ്മൻ മാത്രം ഒരു വാഹനത്തിൽ യാത്ര ചെയ്താൽ ഇവരെ ആ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരൊക്കെ മടങ്ങിപ്പോകുന്നു എന്ന് പറയുമ്പോൾ വേണ്ട, ഞാനും നിങ്ങളുടെ കൂടെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം നടന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയ ചാണ്ടി ഉമ്മൻ. അദ്ദേഹം നമ്മൾ കണ്ടതാണ്, മാധ്യമങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് ചാണ്ടി ഉമ്മന്റെ ദൃശ്യങ്ങൾ ക്യാമറകളിൽ ഒപ്പി അത് ബാക്ക് സ്ക്രീനിൽ കാണിക്കുമ്പോൾ അവിടെ ഉയർന്ന ആരവങ്ങളുണ്ട്. ചാണ്ടി അവിടെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ഒരറ്റത്ത് ചാണ്ടി ഉമ്മനോട് സെൽഫി എടുക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ അവിടെ തിങ്ങി നിരങ്ങി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു ചാണ്ടി ഉമ്മനൊപ്പം അവിടെ അടുത്ത് നിന്നവർ പോലും താരമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഓഫീസിലെ ഫഹദിന്റെ വാപ്പ ഷാഹുൽ കുന്നിക്കോട്, അദ്ദേഹം വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെയാണ്. അദ്ദേഹം എങ്ങനെയോ ഈ ചാണ്ടി ഉമ്മന്റെ അടുത്തെത്തി കാര്യം പറയുന്നുണ്ട്. അതൊക്കെ വലിയ വൈറലായി മാറുകയാണ്. അവർക്ക് അത് അഭിമാനത്തോടൊപ്പം ചാണ്ടി ഉമ്മനോടൊപ്പം ആ നിമിഷം പങ്കിടാൻ കഴിഞ്ഞത് വളരെ അഭിമാനത്തോടു കൂടി നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്ന കാഴ്ച നമുക്ക് തന്നെ ഞെട്ടിപ്പോയി. ഇത് എങ്ങനെയാണ് ഇവിടെ ചെന്ന് പെട്ടത് എന്ന് ആലോചിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നേതാവ്, അത് കേരള രാഷ്ട്രീയത്തിന് പുതുമയാണ് എന്നുള്ളതാണ്. കേരള രാഷ്ട്രീയത്തിന് പുതുമയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രചരണ രീതികളിലേക്ക് വരാം. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടല്ലോ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കോ പ്രൊഡക്റ്റ് ആണ് ഈ ചാണ്ടി ഉമ്മൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിപ്പോൾ പല കമ്പനികളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം കിയ വലിയ താരമാണല്ലോ ഇപ്പോൾ കേരളത്തിൽ, പ്രത്യേകിച്ച് കിയ കാറിനെ ഷെഡിലാക്കിയിട്ടുണ്ട് വി ഡി സതീശൻ. അപ്പോൾ കിയ എന്ന് പറയുന്ന കമ്പനി ഹ്യുണ്ടായിയുടേതാണെന്ന് എത്ര പേർക്കറിയാം? ഹ്യുണ്ടായി ആണ് കിയ കമ്പനിയുടെ ഓണർ. അപ്പൊ പക്ഷെ ഇവർ രണ്ടുപേരും മാർക്കറ്റിൽ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എന്ന ലേബലിൽ അദ്ദേഹം MLA ആയെങ്കിൽ, ഇത്തവണ MLA ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കാണുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് മാത്രമല്ല, ഈ മനുഷ്യർ അവിടുത്തെ ജനമനസ്സുകൾ തൊട്ടറിഞ്ഞത് കൊണ്ടുകൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിനേക്കാൾ അപ്പുറത്ത് ഇന്ന് രാവിലെ ഞാൻ ഓഫീസിലേക്ക് വരുമ്പോൾ 24 ശ്രീകണ്ഠൻ നായരും ഈ പറയപ്പെടുന്ന ചാണ്ടി ഉമ്മനും തമ്മിലുള്ള സംഭാഷണം കേട്ടുകൊണ്ടാണ് വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യതയാണ്. കാരണം ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നോട്ടമോ, ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു മുഖത്തുണ്ടാകുന്ന ഒരു എക്സ്പ്രഷനോ, ചില നിർണായക ഘട്ടങ്ങളിൽ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ പോലും ഓഡിറ്റ് ചെയ്യപ്പെടും. അതായത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ മലയാളികളുടെ ഒരു സ്വകാര്യ സ്വത്താണ്. അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തോ ഒരു വല്ലാത്ത വൈകാരികമായ അടുപ്പമുണ്ട്. ഒരു കുടുംബ ബന്ധം പോലെയാണ്. ഇപ്പോ ചാണ്ടി ഉമ്മൻ നമ്മളെ കാണുമ്പോൾ നമ്മൾ കൈ കൊടുക്കുമ്പോൾ കയ്യിൽ അയ്യോ, കാരണം അദ്ദേഹത്തെ ഒരു ബ്രദർലി ഫീലിംഗ് ആണ് അദ്ദേഹത്തിനോട്. ഉമ്മൻചാണ്ടി ഒരു സൗമ്യ മുഖമായിരുന്നത് കൊണ്ട് തന്നെ മകന്റെ ഭാഗത്തു നിന്ന് ഒരു എന്തെങ്കിലും ഒരു റൂഡാണെന്ന് തോന്നുന്ന പോലൊരു പെരുമാറ്റമെങ്കിലും ഉണ്ടായാൽ ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല, വിശ്വസിക്കാൻ പറ്റില്ല. ഈ മനുഷ്യൻ ഒരു വല്ലാത്ത ജീവിതചര്യ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഞാനൊരിക്കൽ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ചാണ്ടി ഉമ്മന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ചാണ്ടി ഉമ്മൻ അവിടെ ഇല്ല, വാഹനവും ഇല്ല. അമ്മയടക്കം ഇവരവിടെ പുറത്തു പോയിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓഫീസ് കാര്യങ്ങൾ നോക്കുന്ന അവർ വീടിൻ്റെ ഹോള് തുറന്നു തന്നു. നമ്മുടെ ക്യാമറ ടീം അവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ പുറത്തിറങ്ങി റോഡിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇന്നോവ കാർ വന്നു തന്നു. ഈ ചാണ്ടി ഉമ്മന്റെ ഇന്നോവയ്ക്കുള്ള ഒരു പ്രത്യേകത, ഉമ്മൻചാണ്ടിയുടെ ഇന്നോവകളുടെ മുന്നിലൊന്നും MLA ബോർഡൊന്നും ഉണ്ടാവില്ല. ഉമ്മൻചാണ്ടിയുടെ വണ്ടിക്കൊന്നും MLA ബോർഡൊന്നും അങ്ങനെയില്ല. മന്ത്രി ആയിരിക്കുമ്പോൾ മാത്രം 1ാം നമ്പർ എന്ന് പറയുന്നത് വെക്കേണ്ടത് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ചാണ്ടി ഉമ്മന്റെ വണ്ടിയിലും ഞാൻ ആ MLA ബോർഡൊന്നും കണ്ടില്ല. ഒരു വണ്ടി വന്നത് ഞാൻ വെച്ച് മറ്റാരെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ നമ്പറൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരു സാധാ ഒരു ബേസ് മോഡൽ ഇന്നോവ അല്ല, ഒരു ഇന്നോവ കാർ അവിടെ വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ക്യാമറ വിളിച്ചു MLA വന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നിട്ട് ഞാൻ അന്നേരം വിചാരിക്കുന്നത് എന്താ, ഇദ്ദേഹം വരും, റൂമിൽ പോവും, മുടിയൊക്കെ ചീപ്പി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ വന്നിരിക്കുക. സാധാരണ നമ്മൾ എത്രയോ ഇന്റർവ്യൂകൾ എടുക്കാൻ ചെല്ലുമ്പോഴും നമ്മളെ പോസ്റ്റാക്കിയിട്ട് മേക്കപ്പ് ഇടാൻ പോകുന്ന എത്രയോ നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ ഈ പുള്ളി സോഫയിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനവിടെ ചെന്നിട്ട് പറഞ്ഞു, റെഡിയാണ്, നിങ്ങൾ റെഡിയല്ലേ, തുടങ്ങ്. അപ്പോൾ ഇദ്ദേഹം രാവിലെ വീട്ടിൽ നിന്നൊരു ടീഷർട്ടും മുടിയൊക്കെ ഇങ്ങനെ വല്ലാതെ ഇട്ടിട്ട് ചോദിച്ചോ. പിന്നെ ചാണ്ടിയമ്മന്റെ ഒരു പ്രത്യേകത, ചാണ്ടിയമ്മനെ നമുക്ക് ചോദ്യം ചോദിച്ചു കുഴക്കാൻ പറ്റത്തില്ല. ചാണ്ടിയമ്മനോട് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ 3 ചോദ്യം പുള്ളി തിരിച്ചു ചോദിക്കും. ഇപ്പൊ ചാണ്ടിയമ്മന്റെ അടുത്ത് ഇന്റർവ്യൂ എടുക്കാൻ ചെന്നിരിക്കുമ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ ആ ചോദ്യത്തെക്കുറിച്ച് ചോദ്യകർത്താവിന് ഉത്തമമായ ബോധ്യമില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട 3 ചോദ്യം നിങ്ങൾ പറ, അങ്ങനെ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക. നമുക്ക് അതിനുള്ള ബോധമില്ലാതെ ചാണ്ടിയമ്മന്റെ മുന്നിൽ പോയി പെട്ട ഒരുപാട് ജേർണലിസ്റ്റുകളെ നമുക്കറിയാം. ഒരു ചോദ്യം അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടുണ്ട്,
അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു, എന്നാ നിങ്ങൾ പറ, അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു പ്രകൃതം കൂടി ചാണ്ടി ഉമ്മനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാണ്ടി ഉമ്മനെ ഇന്ന് ഓർക്കേണ്ടത്, ഞാൻ പറയുന്നു, കേരളത്തിൽ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഓർത്തിരിക്കേണ്ട കുറേ രാഷ്ട്രീയ നേതാക്കളുടെ പേരുണ്ട്. അതിൽ ഈ മത്സരിച്ച 140 മണ്ഡലങ്ങളിൽ മത്സരിച്ച UDF നേതാക്കന്മാരുടെ മാത്രമല്ല, പിന്നണിയിലും മുന്നണിയിലും നിന്ന് പ്രവർത്തിച്ച, അത് രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങ് താഴെ ബൂത്ത് പ്രസിഡന്റുമാർ എന്ന നിലയിൽ വരെ ഓർക്കേണ്ട പല പേരുകാരുണ്ട്. അതിൽ പ്രധാനികളായ കുറച്ചു പേരെ കുറിച്ചാണ് ഇന്നത്തെ ദിവസം നേഷൻ ഫസ്റ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തെ പേര് ചാണ്ടി ഉമ്മൻ്റേതാകണം എന്നുള്ള. അതിനപ്പുറത്തേക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു നിലപാടിനെ പറ്റി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഓർത്തഡോക്സ് സഭയുടെ ഒരു തിരുമേനിയുമായി ഏതൊരു മാധ്യമപ്രവർത്തന ബൈറ്റ് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് സഭ UDF-ൻ്റേതല്ലേ, ഓർത്തഡോക്സ് സഭയുടേതല്ലല്ലോ. മന്ത്രിസഭ UDF-ൻ്റേതാണ്, ഓർത്തഡോക്സ് സഭയുടേതല്ല. അവിടെ ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് UDF നേതൃത്വമാണ്. ചാണ്ടി ഉമ്മന് പരാതിയില്ലാത്ത സ്ഥിതിക്ക് സഭ പരാതി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കൃത്യമായി ആ തിരുവേദി ചോദിക്കും. തിരുവേദിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഏത് ഭദ്രാസനമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അദ്ദേഹം കൃത്യമായി അങ്ങനെ ഒരു നിലപാടെടുക്കുന്നുണ്ടെന്നേ ഇവിടെ. അപ്പോൾ കാരണം ഈ 2024 തെരഞ്ഞെടുപ്പിൽ ആരും വോട്ട് ചെയ്തത് ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല. അവൻ ഏത് മതക്കാരനാണ്, ഈ ജാതിയും മതവും ഒക്കെ നോക്കിയത് പെരുന്നയിലിരിക്കുന്ന സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും മാത്രമാണ് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നലെയും വൈകുന്നേരം AK ആന്റണിയുടെ വീട് സന്ദർശിക്കാനെത്തിയ ചാണ്ടി ഉമ്മനെയും അമ്മയെയും മാധ്യമങ്ങൾ തടഞ്ഞു നിർത്തിയത് പരാതി പറയാൻ വന്നതുപോലെയാണ്. ആന്റണിയുടെ കുടുംബവും ഉമ്മൻചാണ്ടിയുടെ കുടുംബവും തമ്മിൽ എത്രയോ നാളത്തെ ബന്ധമുണ്ട്. മന്ത്രിസഭാ ലിസ്റ്റ് വന്നതിന്റെ അന്ന് രാത്രി ചാണ്ടി ഉമ്മൻ ആന്റണിയുടെ വീട്ടിലെത്തിയപ്പോൾ അമ്മയെ കാണണമെന്ന് ആന്റണി പറഞ്ഞു. പിറ്റേന്ന് അമ്മയുമായി സ്വകാര്യ സന്ദർശനത്തി അവരെ പോലും വെറുതെ വിടാത്ത എന്തെങ്കിലും ഒന്ന് ചാണ്ടി ഉമ്മന്റെ വായിൽ നിന്ന് കുത്തിയെടുക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മന് ഈ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തണമെങ്കിൽ എളുപ്പവഴികളും കുറുക്കുവഴികളും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതൊന്നും അദ്ദേഹം പ്രയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രചരണ രീതിയിലേക്ക് മടങ്ങി വന്നാൽ ഫ്ലെക്സ് വെക്കാതെ, അനൗൺസ്മെന്റ് വാഹനങ്ങൾ ഓടിക്കാതെ, കട്ടൗട്ടറുകൾ വെക്കാതെ, കേവലം നിസാരമായ തുക മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇലക്ഷനെ എങ്ങനെ നേരിടാം എന്ന് കാട്ടിക്കൊടുത്ത നേതാവ് കൂടിയാണ് ചാണ്ടി ഉമ്മൻ. പക്ഷെ അതെല്ലാവരെ കൊണ്ടും സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയാം, എല്ലാവരെ കൊണ്ടും സാധിക്കും. പിണറായി വിജയനെ കൊണ്ട് ഒരു പക്ഷേ സാധിക്കും. കാരണം ധർമ്മടത്തെ പിണറായി വിജയൻ ബ്രാൻഡാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താം, അദ്ദേഹം അവിടുത്തെ ബ്രാൻഡാണ്. പറവൂർ V.D. സതീശന് വേണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താം. ഇവിടെ പുതുപ്പള്ളിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ മകൻ. പുതുപ്പള്ളിക്കാർക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണെന്ന് ആരെന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട സാഹചര്യമുണ്ടോ? കഴിഞ്ഞ ഈ പറയപ്പെടുന്ന 2021 തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായ ബഹളങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പുതുപ്പള്ളി ഇവരെല്ലാവരും വലിയ രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പം ഈ ധർമ്മടത്ത് പിണറായി വിജയൻ 6 റൗണ്ടുകൾ പിന്നിൽ പോയപ്പോൾ പണ്ട് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ വിറപ്പിച്ച ജയിക്കിന്റെ കഥ പറയുന്നുണ്ട്. അതിനൊരു മറുപടിയുണ്ട്. ധർമ്മടം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ഭാരതത്തിൽ പിറന്നു വീണ മണ്ണാണ് ഈ പറയപ്പെടുന്ന ധർമ്മടം എന്ന് പറയുന്നത്. പുതുപ്പള്ളി അങ്ങനെയല്ല. പുതുപ്പള്ളി ഒരു ഇടത് കോട്ടയായിരുന്നു. ആ ഇടത് കോട്ടയെ വലത് കോട്ടയാക്കിയത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനാണ്. അതിനുശേഷം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും ഈ തിരഞ്ഞെടുപ്പിലും അവിടെ പല പഞ്ചായത്തുകളും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അതിനൊന്നും ഇല്ലാതാക്കിയത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. ചാണ്ടി ഉമ്മൻ ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവായിരിക്കുന്നു. ഭാവിയിൽ ചാണ്ടി ഉമ്മന് വലിയ പ്രതീക്ഷകൾ കേരള രാഷ്ട്രീയത്തിൽ വെക്കാവുന്ന ആളാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മന്ത്രിയാകുമെന്ന് അവസാന നിമിഷം വരെ പറഞ്ഞു കേട്ട V.D. സതീശൻ ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്നുവെങ്കിൽ V.D. സതീശൻ മന്ത്രിസഭയിൽ അവസാന നിമിഷം വരെ മന്ത്രിയാകും എന്ന് പറഞ്ഞു കേട്ട ചാണ്ടി ഉമ്മന് നാളുകളിൽ എന്താണ് കാലം കരുതി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.